വർഗീയതയും അസഹിഷ്ണുതയും ജനാധിപത്യ മൂല്യങ്ങളെ വെല്ലുവിളിക്കുന്ന സങ്കീർണ ഒരു കാലഘട്ടത്തിലാണ് നാം ഓരോരുത്തരും ജീവിക്കുന്നത്. ഈ സാഹചര്യത്തിൽ സത്യം നിർഭയമായി വിളിച്ചു പറയാനും മാനവികതയുടെയും മതേതരത്വത്തിന്റെയും പക്ഷത്തു നിന്ന് സംസാരിക്കാനും എഴുത്തുകാർക്ക് വലിയ ഉത്തരവാദിത്തമുണ്ട്. സാഹിത്യം കേവലം ആസ്വാദനത്തിനുള്ള ഉപാധി മാത്രമല്ല, അത് സാമൂഹിക വിമർശനത്തിനുള്ള മൂർച്ചയേറിയ ആയുധം കൂടിയാണെന്നും ജനാധിപത്യ മൂല്യങ്ങൾ വെല്ലുവിളി നേരിടുന്ന ഈ കാലഘട്ടത്തിൽ അതിനെതിരെ സാഹിത്യത്തെ ആയുധമാക്കണമെന്ന് സാംസ്കാരിക വകുപ്പ് മന്ത്രി സജി ചെറിയാൻ സാഹിത്യ അക്കാദമിയുടെ 69ാം വാർഷികാഘോഷവും 2024 പുരസ്കാരങ്ങളുടെ സമർപ്പണവും ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. സാഹിത്യ അക്കാദമി പ്രസിഡന്റ് സച്ചിദാനന്ദൻ മുഖ്യപ്രഭാഷണം നടത്തി. വിശിഷ്ട അംഗത്വം സമഗ്ര സംഭാവന പുരസ്കാര ജേതാക്കൾക്ക് അവാർഡ് സമർപ്പിക്കുന്ന ആദ്യ സെക്ഷനിൽ പി ബാലചന്ദ്രൻ MLA അധ്യക്ഷത വഹിച്ചു. അക്കാദമി നിർവാഹക സമിതി അംഗം ആലങ്കോട് ലീലാകൃഷ്ണൻ പുരസ്കാര ജേതാക്കളെ പരിചയപ്പെടുത്തി. അക്കാദമി നിർവാഹക സമിതി അംഗം MK മനോഹരൻ പ്രശസ്തി പത്രം വായിച്ചു. വൈസ് പ്രസിഡന്റ് അശോകൻ ചരിവിൽ, നിർവാഹക സമിതി അംഗം VS ബിന്ദു CP, അബൂബക്കർ PK, മിനി എന്നിവർ സംസാരിച്ചു. ഭാഷയിലെ ഭാഷകൾ എന്ന വിഷയത്തിൽ ഡോക്ടർ കാവുമ്പായി ബാലകൃഷ്ണന്റെ അധ്യക്ഷതയിൽ സംവാദം നടന്നു. അക്കാദമി ജനറൽ കൗൺസിൽ അംഗം EP രാജഗോപാൽ അക്കാദമി അവാർഡ് ജേതാക്കളെയും ഡോക്ടർ ശ്രീലത വർമ്മ എൻഡോവ്മെന്റ് അവാർഡ് ജേതാക്കളെയും പരിചയപ്പെടുത്തി. അക്കാദമി സെക്രട്ടറി CP അബൂബക്കർ, നിർവാഹക സമിതി അംഗം KP രാമനുണ്ണി, ജനറൽ കൗൺസിൽ അംഗങ്ങളായ ഡോക്ടർ C രാവുണ്ണി, വിജയരാജ്, മല്ലിക, പ്രോഗ്രാം കോർഡിനേറ്റർ K സുനിൽകുമാർ തുടങ്ങിയവർ ചടങ്ങിൽ പങ്കെടുത്തു.